ശ്രീ കാരാട്ട് റസാഖ് കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ കാരാട്ട് റസാഖ്, കേൾക്കാമോ അങ്ങക്ക്? ഓ കേൾക്കാം. വെരി ഗുഡ് മോർണിംഗ്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണല്ലോ. അതെ 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 അതെ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മാതൃസംഘടനയിലേക്ക് ഉടൻ മടങ്ങണം? അതും തിരഞ്ഞെടുപ്പിന് അധിക നാളുകളല്ലോ ശ്രീ കാരാട്ട് റസാഖ്, 18 ദിവസമേ ഉള്ളൂ. അത് CPM സംബന്ധിച്ചിടത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടിനൊക്കെ പുറകോട്ട് പോയിട്ടുണ്ട്. അങ്ങക്കിപ്പം അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ്? അല്ല, ഞാൻ നേരത്തെ അങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നുള്ള തീരുമാനമല്ല, പക്ഷെ ഭീകരമായിട്ട് ചർച്ച ചെയ്ത് ഇപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് അങ്ങയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ സഹയാത്രികരെ ചേർത്ത് പിടിക്കുന്നതിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോയിരിക്കുന്നു. സഹയാത്രികരെ മാത്രമല്ല, CPM മുൻ MLA മാര്, CPM മുൻ മന്ത്രിമാര്, അവരൊക്കെ തന്നെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് പോയത്. പക്ഷേ ശ്രീ കാരാട്ട് റസാഖ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിലൊക്കെ അങ്ങയെ ഒരു ഘട്ടം വരെ കൊടുവള്ളിയിൽ പരിഗണിച്ചിരുന്നതല്ലേ? അപ്പോൾ അങ്ങ് തന്നെയാണല്ലോ പറഞ്ഞത് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോ സഹയാത്രികരെ ചേർത്ത് പിടിക്കുന്നില്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയുമോ? അല്ല, ഞാന് മത്സരരംഗത്ത് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ട് എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അത് അവര് ചർച്ച ചെയ്തോ എനിക്കറിയില്ല. ഓക്കെ, ശ്രീ കാരാട്ട് റസാഖ്, ഇപ്പം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടും PK കുഞ്ഞാലിക്കുട്ടിയായിട്ടൊക്കെ അങ്ങ് ചർച്ച നടത്തിയിരുന്നോ? അതെ അതെ, ചർച്ച നടത്തി അങ്ങത്തെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പം എപ്പോഴായിരിക്കും അംഗത്വം സ്വീകരിക്കുക? വൈകിട്ട് 4 മണിക്ക് കൺവെൻഷനിൽ പറയും. ഓക്കെ 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 വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറയും. ഓക്കെ, ഇപ്പൊ അങ്ങ് പാർട്ടി വിട്ട സമയത്ത് അല്ലെങ്കിൽ വാർത്ത വന്ന സമയത്ത് ഈ ഇടതു മുന്നണിയിൽ നിന്നും മറ്റു നേതാക്കൾ ആരെങ്കിലും അങ്ങേ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ? ഇല്ല 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 ഇല്ല, ആരും ഇതുവരെ വിളിച്ചിട്ടില്ല? ഇല്ല, വിളിച്ചിട്ടില്ല. കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടുമില്ല? അങ്ങക്ക് ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി ഉണ്ടെന്നത് മുന്നണിയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിരുന്നോ? പല കാര്യങ്ങളിലും എനിക്ക് അതൃപ്തി ഉണ്ട്, ഇത് ശരിയല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ആളുകൾ ഗൂഢാലോചന നടത്തിയാണ് എന്നെ പരാജയപ്പെടുത്തിയത്. ആ കാര്യം അത് വെച്ച് ഞാൻ പരാതി സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിയും കൊടുത്തിരുന്നു. ഇന്ന് വരെ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ CPM അട്ടിമറിക്കാൻ ശ്രമിച്ചു, മന്ത്രി അട്ടിമറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറയും. ഓക്കെ, ഇപ്പൊ മാതൃസംഘടനയിലേക്ക് അങ്ങ് മടങ്ങുകയാണ്. ഏറെ പ്രതീക്ഷകളോടെയാണോ ഈ തിരിച്ചുവരവ്? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. വളരെയധികം നന്ദി ശ്രീ കാരാട്ട് റസാഖ്, നമുക്കിപ്പം ചേർന്നതിനും പ്രതികരണങ്ങൾ നടത്തിയതിനും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പം കാരാട്ട് റസാഖ് തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പല പ്രവണതകളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരെ തന്നെ പല പ്രവണതകളും ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ഘട്ടത്തിൽ പാർട്ടിയോടും മുന്നണിയോടും ഒക്കെ തുറന്നു പറഞ്ഞതാണ്. പക്ഷേ അതിലൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിനെ തുടർന്ന് പിന്നെ മാത്രമല്ല, മറ്റു നേതാക്കളൊക്കെ വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെ നേതാക്കൾ ആരും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്നും സംസാരിച്ചിട്ടില്ല എന്നും കൂടിയാണ് ഇപ്പോൾ കാരാട്ട് റസാഖ് പറഞ്ഞത്. അങ്ങനെ